ഹായ് 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 ചങ്ങന്മാർ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഓട്ടോ ഓടാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളതാണ്. ശരിക്കും ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ടൊരു ക്യാമ്പിംഗ് ഒക്കെ ചെയ്യണമെന്ന് കരുതിയതായിരുന്നു, പക്ഷേങ്കിൽ സാധിച്ചില്ല. അതിന് എനിക്ക് എന്താ പറയുക, ഓർഡർ നിർബന്ധമായി വന്നൊരു സിറ്റുവേഷനായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമ്പിങ് ചെയ്യാവുന്നതാണ്. 2 ദിവസത്തെ ഗ്യാപ്പ് മാത്രം. ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ അപ്പേക്ക് എണീറ്റിക്കണ്. ഞാൻ പല്ലച്ചോ നമ്മുടെ വണ്ടി കുറച്ച് ദിവസമായി കഴുകിയിട്ട്, അപ്പോൾ കഴുകണവരോട് വൈകിട്ട് നോക്കാം നമുക്ക്. പിന്നെ വലയൊക്കെ ഒന്ന് ഊരിയിട്ട് പോവാം. പിന്നെ അതുപോലത്തെ പിന്നെ എല്ലാവരും പറയുന്ന ഒരു കേസാണ്, വീടൊന്ന് വൈറ്റ് വാഷ് അടിക്കാനായിട്ടുണ്ട് എന്ന്. ഇതൊക്കെ കണ്ടിട്ടാവാം നിങ്ങളിങ്ങനെ പറയുന്നത്. പക്ഷെ പൊതുവെ മൊത്തത്തിൽ എല്ലായിടത്തും വൈറ്റ് വാഷ് അടിക്കാനായിട്ടുണ്ട്. ആര്യൻ്റെ ടെൻറ്റ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട് എത്രങ്ങാനും പേരെ വരും അറിയാം. ഒരുപാട് ആൾക്കാർ വരും കളിക്കാൻ. ടെൻറ്റിനകത്ത് സ്ഥലം ഉണ്ടായിരുന്നില്ല. ഏതായാലും കൊള്ളാം. അപ്പം ഞാൻ രാവിലെ തന്നെ ചായ കുടിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. എൻ്റെ ചായക്കടി നോക്കണം. പിന്നെ നൂൽപുട്ടാട്ടോ, നൂൽപുട്ട്. ഇതിനെ ഞങ്ങളവിടെ നൂൽപുട്ടെന്നാണ് പറയാറ്. നിങ്ങളവിടെയൊക്കെ എന്തൊരു പേരുണ്ട് ഇതിന്, എന്തൊരു അടന്ന് വെച്ചിട്ടൊരു പേരുണ്ട്. 2 മതി എനിക്ക്. ഇപ്പോൾ രാവിലെ സമയം ഇപ്പോൾ 8:35 ആയിട്ടുള്ളൂ. നമ്മൾ സാധാരണ പോകുന്ന സമയം കാരണം ഇവിടെ 9 മണി 9:30. അല്ല, ഇപ്പോൾ ഇനിയും 9 മണിയാവും. ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി ഇറങ്ങുമ്പോഴേക്ക്. എന്തൊക്കെയായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് തരാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെയാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. വലിയ ഗുണം മെച്ചം ഒന്നും എനിക്ക് സാമ്പത്തികമായിട്ട് യൂട്യൂബിൽ നിന്നില്ലെങ്കിലും എനിക്കത് ചെയ്യാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള സപ്പോർട്ടാണ്. അപ്പോൾ അത് കിട്ടുമ്പോഴാണ് നമുക്ക് തുടർന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക മനസ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും തരാം. നെല്ലാണ് ഈ കൊണ്ടുവരുന്നത്. നെല്ല് നമ്മളുടെ പാടം ഫുള്ളായിട്ട് കൊയ്തു എന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചതാണ്. നമ്മുടെ ചെക്കന്മാരൊക്കെ പാലത്തേക്ക് ഇരിക്കണം, ഏറെക്കുറെ ആൾക്കാർ. ഞാനപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഓട്ടം അത് അതിഗംഭീരമായിട്ട് തന്നെ ഓടണം. എല്ലാവരും ഇങ്ങനെ പാടത്തിലൊക്കെ നോക്കി കുത്തിരിക്കാട്ടോ. ഈ പാടൊക്കെ കൊയ്തിലെന്നൊക്കെ പറഞ്ഞാലേ എന്താ വൈബ്. എല്ലാവരും മൈൻഡൊക്കെ ഉള്ള നമ്മൾ നേരെ അങ്ങാടി പിടിക്കുക. മൈൻഡൊക്കെ ഉള്ള പറഞ്ഞാൽ നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരം വൈകും. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷം 2024 ഈ ടൈം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ ഡിസംബർ ആണല്ലോ. ഡിസംബർ ലാസ്റ്റ് ആയി. ഈ ഡിസംബർ ലാസ്റ്റ് ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് ഞാൻ നിൽക്കുന്നത് എവിടെ അറിയോ? ത്രിപുരയിലായിരുന്നു ഞാനിപ്പോ ഇന്ന് അത് കഴിഞ്ഞിട്ട് ആ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര കഴിഞ്ഞിട്ട് വലിയൊരു യാത്ര എനിക്ക് ഇതുവരെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അത് യാത്ര കണ്ട് നമ്മളെ തടിമ കുറിച്ച യാത്ര ആയിരുന്നു ഒന്ന്. പിന്നെ വലിയൊരു യാത്രക്ക് നമ്മൾ തയ്യാറെടുത്തെങ്കിൽ പോലും പോകാനും പറ്റിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി. എന്താ പറയാ, അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങാടിയിൽ വണ്ടി പാകമാണ്. സ്റ്റാൻഡില് പാകം എന്ന് പറയുമ്പോൾ ഒരു 14 വണ്ടി അതുമില്ല, ഒരു 12 വണ്ടി അതുമില്ല, 9 വണ്ടിയിൽ ഞാൻ 10ാമത്തെ വണ്ടിയായിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് യാത്രന്റെ ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അടുത്ത യാത്ര പോകാൻ നല്ല ആഗ്രഹമുണ്ട്. സാധിക്കാത്തത് കൊണ്ട് ഞാൻ നിൽക്കുകയാണ്. അല്ലെങ്കിൽ അടുത്ത യാത്ര പോകേണ്ട സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരു യാത്ര ഞാൻ എന്നേക്കാ പ്ലാൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് മെയിനായിട്ട് വണ്ടി വേണം. എനിക്ക് വണ്ടി ഇല്ലാതെ പോക്ക് നടക്കില്ല. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾക്ക് അങ്ങനെ കെട്ടുപൊട്ടിയ പട്ടം പോലെ പറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. വീട്ടില് അമ്മയുണ്ട്, വൈഫുണ്ട്, മോളുണ്ട്. ഇവർക്ക് ഞാൻ തന്നെ ഉള്ളൂ എന്നുള്ള ചിന്ത എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ പോകുന്നത് പോലെ പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പറ നടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഏറെ സൗകര്യമാണല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞാനൊരു വണ്ടി എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അവമ്മക്കടെ എത്തുന്നില്ല. ഒന്നോട് എത്തിപ്പിടിച്ചിട്ട് എത്തുന്നില്ല. അതാണ് ഇപ്പോൾ വിഷയം. എത്തിക്കണം നമുക്ക് എങ്ങനെയൊക്കെ. നമുക്ക് അടുത്ത വർഷം 26 തീർച്ചയായിട്ടും നമുക്കൊരു വലിയൊരു യാത്ര ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം നമുക്ക് പോകാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. അതിൻ്റെ മനസ്സിൽ ഞാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണത്. ആ ഒരു യാത്രയായിരിക്കും ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയൊരു യാത്ര എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അത് അത്രയും വലിയൊരു യാത്ര ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ സാഹചര്യം നമ്മൾക്ക് വില്ലനായി നിൽക്കുവാണ്. നോക്കാൻ നമുക്ക് പോവാം, പ്രശ്നമല്ല. നമ്മളെങ്ങനെയൊക്കെ അല്ലേ, നമ്മൾ പോകുന്നതാണെങ്കിൽ അത് എങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് വരും. ഓരോരോ കാര്യങ്ങളും ടൈമുണ്ടല്ലോ, വെയിറ്റ് ചെയ്യാം.
ചെന്ന് നിർത്തി ക്യാമറ ഓഫ് ആക്കിയപ്പോ തന്നെ നമ്മൾക്ക് ഒരു ട്രിപ്പ് കിട്ടിയേക്കുവാണ്, ഒരു ലോക്കല്. വേറെ എവിടേക്കല്ല, ഞങ്ങളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. അപ്പൊ അവരെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത ഉയരത്തിന് വേണ്ടി വീണ്ടും സ്റ്റാൻഡിലേക്ക് പോയി നോക്കാം. അങ്ങാടി മൊത്തത്തിലൊരു ജഗപുകയായിട്ട് കിടക്കുവാണ്. ജഗപുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അങ്ങാടിയിൽ. ഇപ്പൊ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ആയില്ലേ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആളുകൾ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങാന്ന് പറഞ്ഞാല് എന്താ പറയാ, കുട്ടികളെയും കൊണ്ടൊക്കെ ഈ അവരുടെ വീട്ടുകളിലേക്കൊക്കെ വിരുന്ന് പോകുന്ന പരിപാടി. അപ്പൊ ആ ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഓട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ക്രിസ്മസ് പക്ഷെ ഒരു സീസൺ അല്ല, അതുകൊണ്ടല്ല പറയാം. ഞങ്ങൾക്ക് പെരുന്നാളാണ് ഏറ്റവും വലിയ സീസൺ ഇവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ ഓണമുണ്ട്, പിന്നെ ക്രിസ്മസ്, വിഷു, ഇതൊന്നും നമ്മൾക്ക് അത്ര കണ്ട് പിടിക്കാറില്ല ഇവിടെ. 9:05 9:10 നമ്മൾ ആ ട്രിപ്പും കഴിഞ്ഞ 9:12 നമ്മൾ ലൈനിൽ കയറിയിട്ടുണ്ടാവും. ലാസ്റ്റ് നമ്മളിപ്പോ കഴിഞ്ഞിട്ട് എടുത്തല്ല നമ്മള്. പിന്നെ നമ്മൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. സ്റ്റാൻഡിലൊക്കെ ആളുകൾ കുറവാട്ടോ. ഞാൻ രാവിലെ പറഞ്ഞ ആളുകൾ ഉണ്ട് നല്ല, ശരി എന്താണ് ആളുകൾ കുറവാണ്. ഇവിടെ ഇങ്ങനെ ഇത് തിരിച്ച് അങ്ങോട്ട് നോക്കിയാണ്ട് നമുക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഒരു 200 രൂപയുടെ ട്രിപ്പ്, അതാണ് നമ്മളുടെ ഒരു ആഗ്രഹം. അത് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായി. റിംസ് ഹോസ്പിറ്റല് 30 രൂപ, അത് കിട്ടി. ഇനി അടുത്ത് നമ്മൾക്ക് നമ്മുടെ ഇപ്പൊ 200 രൂപ പ്രതീക്ഷ നമ്മൾ ഇപ്പോഴും കൈ വിട്ടിട്ടില്ല കേട്ടോ. അത് നമുക്ക് എപ്പോഴാന്ന് അറിയില്ല, ഉണ്ടത്. ഇന്നൊരു 200 രൂപ ട്രിപ്പ് ഉണ്ട്, അതെപ്പോഴും അറിയില്ല. നമ്മൾ ഒരു വട്ടം കിട്ടിയില്ല, 2 വട്ടം കിട്ടിയില്ല, അങ്ങനെ ഒരു 10 വട്ടം കിട്ടിയില്ല എന്ന് കരുതിയാണ്ട് നമ്മളതില് നിരാശയാവരുത്. അത് നമുക്ക് കിട്ടും. ഇന്നത്തെ ദിവസം നമ്മള് മാക്സിമം നമ്മള് 7 മണി വരെയാണ് നമ്മളുടെ ഓട്ടം ഉണ്ടാവുക. 7 മണി വരെ ഒന്ന് ഓടുന്നുള്ളൂ ഞാൻ കേട്ടോ. കാരണം എന്താ വെച്ചാല് എഡിറ്റിംഗ് ഉണ്ട് നമുക്ക് രാത്രിയിൽ. ഇന്ന് എഡിറ്റ് ചെയ്താലേ നാളെ നമുക്ക് വീഡിയോ കാണാൻ പറ്റുള്ളൂ. ഒരു 200 രൂപയുടെ എണ്ണ ഞാൻ അടിക്കാറുണ്ട്, അത് ഞാൻ അടിക്കുന്നുണ്ട് ഇപ്പോഴും. ഒരു 200 രൂപ. ഏയ് ഇവിടെ കയറിയോ? ഏനാ എന്താ വർത്താനം, സുഖല്ലേ? മാല സ്വർണ്ണ 2 ദിവസമായിട്ട് കണ്ടിട്ടില്ലല്ലോ, എന്താ വെച്ച്? അപ്പൊ ഞാനാ വരാത്ത? ആ ടൈമിലേക്കാരെ ഞാൻ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ അല്ലാതെ എവിടെ കയറാ? കടച്ചു വെറുതെ നമ്മളെ ചേച്ചിമാരാണ് ഓരോട് വെറുതെ 2 വർത്താനൊക്കെ പറഞ്ഞങ്ങനെ. അപ്പൊ നമ്മള് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുവാണ്. പോകുന്ന പോക്കില് ഇവിടം തൊട്ട് വണ്ടൂർ ടൗൺ വരെ, എന്റെ സ്റ്റാൻഡ് വരെ ക്യാമറ ഓഫ് ചെയ്യുന്നില്ല. നമുക്ക് ആരെങ്കിലും മടക്കം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. കിട്ടാൻ സാധ്യത കുറവാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം, കിട്ടുമോ ഇല്ലെന്നുള്ള അറിയാലോ. അങ്ങനെയെങ്കില് ഇതുവരെ നമുക്കൊന്നും കിട്ടിയില്ല. അപ്പൊ നമ്മൾ വല്ല നൈസായിട്ട് ലൈനിലേക്ക് ഇങ്ങനെ ചായച്ചു പിടിക്കാം. ആ പോകുന്ന ബസ് കണ്ടങ്ങള്, അത് പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന ബസ്സാണ്. അപ്പോ ഒരു ബായ് വന്നിട്ട് ഞാൻ പറഞ്ഞിരക്കൊരു ട്രിപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞാലോട്ടാ. ഇത് 30 രൂപയുടെ ട്രിപ്പ്. നമ്മള് 3ാമത്തെ ലോക്കലാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം എന്താ വെച്ചാല്, നമ്മളെ ഒരു ബായി വന്നിട്ട് വണ്ടിയിൽ ഒരു മൊബൈൽ വന്നിക്ക്. അപ്പൊ ഓപ്പോസിറ്റ് മലയാളി തന്നെ. അപ്പൊ ആൾക്ക് ഈ ബായിക്ക് പോവേണ്ടത് പാലക്കാട്ടേക്കാണ്. അതായത് പാലക്കാട് പോകണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് പാലക്കാട്ടേക്ക് വണ്ടി ഉണ്ട്, പക്ഷേ ഈ നേരത്തില്ല. ബസ് ഉണ്ട്, പക്ഷെ അത് ഈ നേരത്തില്ല. പിന്നെ അവർക്ക് പോകേണ്ടത് എനിക്കാ ഫോൺ കൊണ്ടുവന്ന് തരുന്നത് പെരിന്തൽമണ്ണക്ക് കൊണ്ടാക്കി തരുമെന്ന് ചോദിച്ചാണ്ടാണ്. അപ്പൊ പെരിന്തൽമണ്ണക്ക് ഇവിടുന്ന് ബസ്സുള്ള കാര്യം ഈ ബായിക്ക് അറിയില്ല. അപ്പൊ ബായിയായിട്ട് സംസാരിച്ചപ്പോഴും അതുപോലെ തന്നെ എനിക്ക് ഫോണിലൂടെ എന്നോട് സംസാരിക്കുന്നത് മലയാളിയാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പെരിന്തൽമണ്ണക്ക് ഇവിടുന്ന് ബസ് ഉണ്ട് എന്ന് പറഞ്ഞു. പെരിന്തൽമണ്ണക്ക് ഞങ്ങൾക്ക് ഏതാണ്ട് ഇവിടുന്ന് പോകുമ്പോ 650-700 രൂപകളൊക്കെ വാടക വരും. ഇവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടേക്ക് ജോലിക്ക് വന്നിട്ടുള്ള ആളുകളല്ലേ. അപ്പോ പാലക്കാട് പോക്ക് ഇവിടുന്ന് ഇനിയിപ്പോ പെരിന്തൽമണ്ണയ്ക്ക് ബസ് ഇല്ലാത്തൊരു നിമിഷമാണ് എങ്കിൽ നമുക്കത് കൊണ്ടുപോകാറുണ്ട്. ഇതിപ്പോ ബസ് ഉണ്ട്, ഇതിന്റെ മുന്നെയാണ് ആ ബസ് പോകുന്നത്, മനസ്സിലായോ? അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു, ഈ ബസ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബസ് ചാർജ് കൊടുത്താൽ മതി, പെരിന്തൽമണ്ണ പോയി ഇറങ്ങാം. അവിടെ നിന്ന് KSRTC സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക്
മറ്റൊരു വണ്ടി കയറിയിട്ട് പാലക്കാടേക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തു. ഇല്ലാന്നാണെങ്കിൽ ഞാനിപ്പോ ഈ ഒരു ട്രിപ്പ് ഇങ്ങോട്ടേക്കല്ല വരേണ്ടത്. ഞാൻ എന്തെങ്കിലും നോണ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ആളെ പറ്റിച്ചുകൊണ്ട് നമുക്ക് പെരുന്തൽമണ്ണ കൊണ്ടുപോവാം. പക്ഷെ അങ്ങനെ തിന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് ഒഴിവാക്കിയത്. 30 രൂപയാണെങ്കിലും ഇത് മതി. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആണോ തോന്നുന്നു, എനിക്ക് കോൾ ചെയ്തിരുന്നു. അവര് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇവിടെ യൂട്ടേൺ എടുക്കണം. ഇവിടെ യൂട്ടേൺ എടുത്തിട്ട് അവരെടുത്തിട്ട് പോകണം. അവർ ഈ വണ്ടിയിലാണ്, ഈ KL 21T. ആ സൈഡേക്ക് ഇവിടെ സൈഡേക്ക് ചെങ്ങന്മാരെന്ന തോട്ടം നല്ല രീതിയിൽ സ്വീപ്പാവും കേട്ടോ. വേറൊന്നുമല്ല, നല്ല ടൈറ്റ് ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൽ എങ്ങനെ നമ്മൾ ഓടും? ഇങ്ങനെ നമ്മൾ ഓടേണ്ട സമയം ഇങ്ങനെ വഴിയിൽ തങ്ങാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എങ്ങനെ കയറ്റും? ഒരു വിടവില്ല കയറ്റാനവിടെ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. മണിയേട്ടന്റെ വണ്ടി തട്ടിയാ ഇവിടെ കാറ്, അതുകൊണ്ടൊരു ഗ്യാപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓ, കാറൊന്നും അരുതിയുണ്ട്. അതെന്തോന്ന് പോയി നോക്കട്ടെ. അതൊരു ചെറിയൊരു തട്ട്. മണിയേട്ടൻ അത് കള്ളിവള്ളിയാക്കി. ഞങ്ങൾ അങ്ങനെയാണ്. ഇതിപ്പോ ഞങ്ങളാണ് തട്ടുന്നതെങ്കിൽ കാറിനെ ഓരത് കള്ളിവള്ളി ആക്കൂല, ഒഴിവാക്കൂല. മനസ്സിലായോ? അപ്പൊ നമ്മളത് നമ്മുടെ മടുകാടിന് നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നു, എന്നാൽ പോലും നമ്മൾ ഒഴിവാക്കും. ഇത് മതി. റോട്ടിൽ ഇങ്ങനെ തന്നെ സൗഹൃദമൊക്കെ വേണം. പിന്നെ ഇത് എന്താ, സുധീഷും അതുപോലെ തന്നെ ഗായത്രിയും ഓരാണ് നമ്മുടെ വീഡിയോ കാണാൻ. മഞ്ചേരിക്കാരാണ്. ഒരു ആര്യക്ക് വാങ്ങിയിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആണ്, അതായത് ഒരു ചോക്ലേറ്റ് ആണ്, കിറ്റ്കാറ്റ്. അപ്പൊ അവര് കണ്ടപ്പോഴേ ഭയങ്കര രസമായില്ലേ. ഞാൻ അവരെ കാണിക്കാൻ, പക്ഷേങ്കിൽ അവർക്ക് ടൈമില്ല, എനിക്കും ടൈമില്ല. ആകെ ബ്ലോക്ക്, ഒറ്റപ്പാടെ തിരക്കായി. 4ാമത്തെ ലോക്കല് കാൽക്കുലേറ്റ് ചെയ്തോളി. 4 × 3 120 രൂപ അല്ലേ? ഇപ്പൊ സമയം എത്ര? 11 അതൊന്ന് ചായ കുടിക്കണം. ഇപ്പൊ ഒരു ഫോണൊക്കെ മറന്നാച്ചാ പോയിട്ടുള്ളത്. കണ്ടോ, ആരെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണം. ഫോണോണ്ട. 5ാമത്തെ ലോക്കല്. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേരൊക്കെ കളിയിലാണ്. 5ാമത്തെ ലോക്കൽ ഈ ഒരു സ്ഥലത്തിന്റെ പേര് പാലക്കാട് കുന്ന്. അങ്ങനെയുള്ള ഒരു വില്ലേജിലേക്കാണ് വന്നിട്ടുള്ളത്. വീണ്ടും പോയി നോക്കാം. ഒരു ലോക്കലുള്ള അടിക്കണം. കാര്യപ്പെട്ടതൊന്നും ഇതുവരെ ഈ നേരം വരെ 50 രൂപയുടെ ട്രിപ്പ് പോലും എനിക്ക് അടിച്ചിട്ടുള്ളൂ. ഒക്കെ 30 രൂപയുടെ ട്രിപ്പാണ്. ലൈനൊക്കെ എത്താനാണ് പണി. ഒരു ലോക്കൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈനൊക്കെ എത്തുകയാണെങ്കിൽ അടുത്ത ലോക്കൽ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടാൻ. ഇപ്പൊ അതിനുള്ളൊരു വകുപ്പില്ലേ. ഇങ്ങനെ വണ്ടികൾ പുട്ടിന്റെ അങ്ങട്ടമാര് ഇങ്ങനെ വരില്ലേ. സ്റ്റക്കാണേ. നമ്മളിനി ലൈന് കയറ്റാം. ശരി, ഇപ്പോഴും കയറ്റാൻ വേണ്ടി പറ്റില്ല. ഇവിടെ നമുക്ക് ലൈനിൽ കയറാം. ഓക്കെ, ലൈനിൽ കയറ്റാം. ലൈനിൽ വണ്ടികൾ കുറവാട്ടാ. ആകെ 5 വണ്ടിയുള്ളൂ ഇപ്പൊ ഞാനടക്കം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയില്ലേക്ക്. അതായത് നമ്മൾക്ക് ഫോൺ ട്രിപ്പ് എനിക്ക് തീരെ വരുന്നില്ല. വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് വിളിക്കുമ്പോഴൊന്നും കിട്ടൂല. ഞാൻ ചിലപ്പോ ഏതെങ്കിലും ക്യാമ്പിങ്ങിലാവാം, യാത്രയിലാവാം. പിന്നെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഏതെങ്കിലും കൊന്ന നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് ശ്രദ്ധയോടെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. എന്നെ കൊണ്ട് 2 ശ്രദ്ധയോടെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. സഹാക്കളെ നിങ്ങൾ പറയണപ്പ ഞാന് ഭൂമിക്ക് ഇറങ്ങണില്ല എന്നുള്ളതാണ്. ഇതെന്താക്കി കാക്കി? നല്ല ഇറച്ചിയല്ലേ ഇവിടെ? ഇതെന്താ മറ്റേ സന്തൂർ അടിച്ചുല്ലേ? പിന്നെ ആരാണ്? മെഡിമിക്സ്. മെഡിമിക്സിന്റെ ഒരു സ്പ്രേ ഉണ്ടോ? ആ കുഞ്ഞു കുപ്പായ, ആ കുഞ്ഞു ബോട്ടിൽ അല്ല. ഓള് വന്ന 10 മീറ്റർ അപ്പുറന്ന് മണക്കിട്ടുള്ള അല്ല. പഴയ പോലൊക്കെ മണല്ലാതായിക്കണേ. സമയം 12:30. ഫസ്റ്റ് ഗ്യാപ്പിലാണ്. എങ്ങനെ ഒരു ട്രിപ്പ് വിളിച്ചു കഴിഞ്ഞാൽ പോവുക? അത്ര കണ്ട് ടൈറ്റാ. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോരാനും ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മളൊരു ഏട്ടന് ചേച്ചിയൊക്കെ വരുന്നുണ്ട്. ഇന്നലെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ ഏട്ടന് ഫാമിലി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഓരതാണ് ഇപ്പൊ 50 രൂപ ട്രിപ്പ് നമ്മൾക്ക് കിട്ടിയത് കേട്ടോ. അറിയണവരെന്നെയാണ്. സ്ഥിരമായിട്ട് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിളിക്കുന്നവരാണ്. ഇന്ന് ഈ നേരം വരെ, ഇപ്പൊ സമയം 12:35 കഴിഞ്ഞു. ഈ നേരം വരെ എനിക്ക് കിട്ടിയതിൽ ഒരു 50 രൂപ ട്രിപ്പ് ഇതാണ്. സമയം 1:10. നമുക്കൊരു ലോക്കലും കൂടി കിട്ടിയിരിക്കുവാണ്.
ഇന്ന് ലോക്കലിന്റെ മരണമാസ ദിവസമാണ്, ചെങ്ങന്മാരെ മരണമാസ ദിവസമാണ്. ഏതായാലും ലോക്കൽ ഓടി മരിക്കും ഞാൻ, മരിക്കാൻ മാത്രം കിട്ടുമില്ല. ഈ ലോക്കൽ ആവുന്നതിനല്ല നമ്മൾക്ക് പ്രശ്നം. നമ്മളുടെ പ്രശ്നം എന്താ വെച്ചാല് ഇത് കിട്ടിക്കൊണ്ടേ ഇരിക്കണം. ഇത് നമ്മൾ ഇനി അവിടെ കൊണ്ടുപോയി വിടും. ഇനിയിപ്പോ ഒരു 1:45 നമ്മൾക്ക് കിട്ടും ഒരു ലോക്കല്. അത് കഴിഞ്ഞാൽ ചോർന്നാനായി. ഇങ്ങനെയാണ് ഇപ്പൊ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെല്ലുമ്പോ തന്നെ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്കൊരു 15-20 ഒരു മാക്സിമം ഒരു 20 മിനിറ്റിനുള്ളിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. ഇതിപ്പോ ഞാൻ ഉച്ചക്ക് മുമ്പ് ഒരു 200 രൂപേന്റെ ട്രിപ്പ് അടിക്കുന്നു കരുതിയതാണ്, അത് അടിച്ചില്ല. ഉച്ചക്ക് ശേഷം അടിക്കും നോക്കാം. നമുക്ക് ഇങ്ങനെ പോയിക്കാനല്ലേ, വെറും ലോക്കലുകൾ 30 രൂപേന്റെ ട്രിപ്പുകളല്ലേ, നമ്മള് ഒന്നും ഉണ്ടാവില്ല. അതാണ് വൈകിട്ട് നമ്മൾ എണ്ണുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല. ഒരു സമാധാനം എന്താ വെച്ചാൽ ബ്ലോക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ വെക്കേഷനും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടുള്ള തിരക്കാണ് തന്നെയാണെങ്കിൽ ഇരുന്നത്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ബ്ലോക്ക് കുറവാണ്, വണ്ടി കുറവാണ്. നോക്കാം അടുത്ത്. ഉച്ചവരെയുള്ള ലോക്കലുകൾ തീർന്നു. ഉച്ചവരെയുള്ള ഓട്ടം ഞാൻ നിർത്തി. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 1:30 ഇനി ഭക്ഷണം കഴിക്കണം. ഇത് ഒരു 30 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞ 1:45 ആകുമ്പോൾ കിട്ടാന്നാണ്. 1:30 കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാലും വയ്യാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് നോക്കാം. ഒരു 2-2:30 ആകുമ്പോഴേക്ക് ഇറങ്ങാം, അത് നടക്കുള്ളൂ. ഓളെ ടെൻ്റൊക്കെ കണ്ടില്ല, ആകെ സാധനങ്ങളൊക്കെ പൊറുക്കി വലിച്ചെറിഞ്ഞിട്ടാണ്. അതൊക്കെ എടുത്ത് വെച്ചാ, അതൊക്കെ എടുത്ത് വെച്ചാ. മത്തൻ്റെല് നല്ല മുതിര്, പിന്നെ ഇന്നിത്തണ്ടും ഉണ്ട്. ഇത് മീൻ കറി അല്ലേ? ഓക്കെ. എന്ത് പൊണ്ണി കാട്ടിയേ ഇജടുത്ത് നിന്നൊക്കെ. ഇത് നമ്മൾ തോട്ടിൽ നിന്ന് പിടിച്ചിട്ടുള്ള ബ്രാലാണ് ഇന്ന് കറി വെച്ചിട്ടുള്ളത്. ഞാനത് കടൽ മീനാണ് എഴുതിയിട്ടാണ് കാണിക്കാതിരുന്നത്. നമ്മൾ അന്ന് ഓരി വെച്ചതിൽ വലുതൊന്ന് നമ്മൾ കൊണ്ടുവന്നായിരുന്നു. ആ ഒരു വലിയ ബ്രാലാണിത്. ഇതിൻ്റെ മുമ്പ് 1-2 വട്ടമൊക്കെ ഞങ്ങൾ ആ ചെറിയ മീനുകളൊക്കെ വെച്ചു കേട്ടോ. വലുതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ കറി കുഴപ്പമില്ല, അടിപൊളി. ഇത് കൂട്ടി കഴിക്കട്ടെ. ചിക്കൻ തിന്നുണ്ടോ? ചെങ്ങന്മാരെ ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് 3:15. വേറൊന്നുമല്ല, രാവിലത്തെ ഒരു ബ്ലോക്ക്, ഉച്ച വരെ ബ്ലോക്ക്. ഇനി ഉച്ചക്കേശത്തെ കളിയാണ്. ഉച്ചക്കേശത്തെ കളിയിലും ബ്ലോക്ക് ഉണ്ടാവും. ബ്ലോക്കിലൂടെ വേണം നമ്മൾ കളിക്കുക. ബ്ലോക്കൊക്കെ ഉണ്ടായ ചടപ്പാണ്. നമ്മൾക്ക് ഒരു സ്ഥലത്തേക്ക് പോയി വീണ്ടും അവിടേക്ക് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോഴേക്കൊക്കെ ഒരുപാട് സമയമാവുകയാണ്. ചോറിൻ്റെ അവിടെ ഇറങ്ങിയിട്ടുള്ളൂ, അങ്ങാടിക്ക് എത്തിയിട്ടില്ല. അപ്പോഴേക്കാണ് നമ്മൾക്ക് ഒരു ട്രിപ്പ് കിട്ടിയത്. അപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് നാട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോവാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ ചിലരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും അങ്ങാടിയിലേക്ക്. അപ്പൊ നിങ്ങൾ കരുതും നമ്മൾ ചിലപ്പോ കയറ്റാതൊക്കെ പോകും. പരമാവധി ഞാനൊക്കെ കയറ്റി തന്നെ പോക്ക്. നമ്മളത്ര അടുത്ത ആൾക്കാരൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതൊക്കെ നമ്മൾ കയറ്റിട്ട് തന്നെ പോക്ക്. പക്ഷെ അങ്ങനെ പോകുമ്പോ, കയറ്റാതെ പോകുമ്പോ നിങ്ങൾ കരുതോ അവരൊന്ന് കയറ്റിക്കൂടെ, വിഷ്ണുവിനൊന്ന് കയറ്റിക്കൂടെ, എന്താ പൊനക്കലെ എന്നുള്ള ചിന്ത ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ ട്രിപ്പില്ലേ അങ്ങടിക്ക് എത്തിയിട്ടില്ല, അതിന് മുമ്പ് വെച്ച് കിട്ടിയത്. പക്ഷേങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ ഒരാളെത്തി നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ഇപ്പൊ അവരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അവരെ ഞാൻ കയറ്റി ഞാൻ അങ്ങനെ പോവാണ്. അങ്ങാടി എത്തുന്നതിന് മുമ്പ് ഈ ഒരു ട്രിപ്പ് ഉണ്ട്. പക്ഷേങ്കിൽ ഇവര് കൈ കാണിക്കില്ല, ഇവര് വണ്ടി കയറൂല. കയറാത്ത വേറെ ഒന്നല്ല, നമ്മുടെ വണ്ടിയിൽ ആള് കാണാണ്. അപ്പൊ അത് ട്രിപ്പാണെന്നാണ് അവര് കരുതുക. ഇനിയിപ്പൊ അങ്ങനെ അതായത് ആരെങ്കിലും കൈ കാണിച്ചാൽ തന്നെ നമ്മൾക്ക് ഇവരെ പാതി വഴിയിൽ ഇറക്കാനും ബുദ്ധിമുട്ടായി. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം കൂടി ഓട്ടോ ഡ്രൈവർമാർക്ക് ഉണ്ട്. വിഷയം എന്ന് പറഞ്ഞാല് മറ്റുള്ളവർ ചിന്തിക്കും ഞങ്ങൾക്കൊന്ന് കയറ്റിക്കൂടെ എന്നുള്ളത്. പക്ഷേങ്കിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് മേലെ അവിടെ ഉണ്ടായാൽ അത് മിസ്സാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. എന്നാൽ പോലും പരമാവധി എല്ലാവരും കൊണ്ടുപോകും എല്ലാവരും കേട്ടോ. ഇവിടുത്തെ ബ്ലോക്കൊന്നും തീർന്നിട്ടില്ല മക്കളെ, ബ്ലോക്കിൽ തന്നെയാണ്. നമ്മൾ നൈസായിട്ട് ലെഫ്റ്റ് ഇങ്ങനെ വല്ല പോയാൽ നമ്മുടെ ലൈൻ തന്നെയാണ്. നേരെ ബാക്കിൽ കൊണ്ടുപോയി നിർത്താം. അതാ സുഖമാണ്, ഇപ്പൊ സുഖമാണ്. എപ്പോഴും ഒന്നും തന്നെ കിട്ടിക്കോളണമെന്നില്ല. ലൈനില് ബാക്കിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളൂ. നമ്മൾ അറിയണ കുറച്ച് ടീംസ് അവരെ വിളിച്ചിട്ട് നാട്ടിലേക്ക് പോരാന് അവരെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. 40 രൂപ ഇനി അടുത്ത പോയാണ്. ചെങ്ങന്മാരെ ഞാനേ നാട്ടിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ലോക്കൽ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ 3 പേര് വണ്ടിയിലേക്ക് കയറി. അത് ഇങ്ങനത്തെ കിട്ടുമ്പോ ഭയങ്കര രസമാട്ടോ. ഭയങ്കര രസം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മെച്ചമുള്ള കാര്യമാണ് പറയുന്നത്. 3 പേര് വണ്ടിയിൽ കയറി, നാട്ടിൽ നിന്ന് അറിയണ ആളുകൾ തന്നെയാണ്. 2 അംഗനവാടി ടീച്ചർമാരും ഹെൽപ്പറും ടീച്ചറും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നാട്ടിലൊരു കുട്ടി. അപ്പൊ ഇവര് കയറിയിട്ട് അതില് ടീച്ചർമാർ 2 പേരും അങ്ങാടി തന്നെ ഇറങ്ങി. അപ്പൊ അവരത് 10-20 രൂപ അവർ തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള്
ഈ പറഞ്ഞ മാതിരി മറ്റേ ഇട്ടാനെ നമ്മൾ സ്റ്റാൻഡ് കൊണ്ടായിട്ട് ഇറക്കി. അപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ അത് 30 റുപ്യ ഒരു ട്രിപ്പ്, ഒരു ലോക്കൽ ട്രിപ്പ് ആക്കിയിട്ട് മാറ്റി. അങ്ങനെ 30ഉം 20ഉം 50 റുപ്യ. ഞാൻ അങ്ങോട്ട് പോയ ട്രിപ്പ് എത്ര? 40 റുപ്യന്റെ ട്രിപ്പ്. ഇങ്ങോട്ടേക്ക് പോന്നപ്പോ എനിക്ക് 50 റുപ്യം കിട്ടി. അങ്ങനെ കിട്ടണം, അപ്പോഴാണ് നമുക്ക് എണ്ണക്കായൊക്കെ ധൈര്യമായിട്ട് മുതലാകുക. ലൈനിൽ ഫുള്ളാടാ വണ്ടി, ലൈനിൽ ഫുള്ള, ഒരു ഗ്യാപ്പില്ല ഇവിടെ. അവിടെ ഒന്നിനിപ്പം കിടന്ന് വാങ്ങാൻ പറ്റില്ലല്ലോ. അതായത് നമ്മൾക്ക് കിട്ടി മക്കളെ, കിട്ടി. ഇനി പറയാൻ പോകുന്ന കഥ ഒരു 200 രൂപയുടെ ട്രിപ്പിന്റെ കഥയാണ്. കാളികാവിന്റെ വക്കിൽ വരെ വന്നിക്കണം. പള്ളിശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ ഒരു 200 റുപ്യന്റെ ട്രിപ്പ് നമ്മൾക്ക് അടിച്ചത് ഉച്ചയ്ക്ക് ശേഷമാണ്. നമ്മൾ ഉച്ച വരെ നമ്മൾ പ്രതീക്ഷിച്ചു, നമ്മൾ കിട്ടിയില്ല. ഉച്ചയ്ക്ക് ശേഷം നമ്മൾക്ക് ഒരു പള്ളിശ്ശേരി കിട്ടി. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു പ്രതീക്ഷിച്ച ട്രിപ്പ് കിട്ടിയല്ലോ. ഒന്നെങ്കിൽ ഒന്ന്. ഇതൊരു ഗ്രൗണ്ടാ, പള്ളിശ്ശേരി ഗ്രൗണ്ടാണ്, പള്ളിശ്ശേരി ഗ്രൗണ്ട്. ആഹാ. അപ്പൊ ഞാനിനി ഇവിടെ നേരെ വണ്ടൂരിലേക്കാണ്. വാണിയമ്പലത്താണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്കാണ്. റെയിൽവേ ഗേറ്റ് കൂടി അടച്ചിട്ട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ട്രിപ്പ് ഒരു 20 മിനിറ്റ് മുമ്പേ തീരണ്ടാണ്. കാരണം അവിടെ 20 മിനിറ്റോളം നമുക്ക് അവിടെ വെയിറ്റിംഗ് ആണ്. മക്കളെ ഒന്നു ട്രാഫിക് കിട്ടി, ആകെ ചോറേ. അതാണ് ചേച്ചി പറഞ്ഞത്, ട്രാഫിക്കിന്റെ ഏറെ വേണമെന്നൊന്ന് ഇതാണ്. പക്ഷെ നമുക്ക് 200 മതി, ഞാനതേ വാങ്ങിയുള്ളൂ. ഓക്കെ, ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ കസ്റ്റമറേക്കൊന്നും വാങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇതാണ് പള്ളിശ്ശേരി ടൗൺ എന്ന് പറയുന്നത്. ചെറിയ ടൗണാ, കാരണം കാളികാവിന് അടുത്താണത്. ഇവരുടെ പ്രധാന ടൗൺ എന്ന് പറയുന്നത് കാളികാവാണ്. ഇവിടേക്ക് ദൂരം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ട്രിപ്പ് പോയ ആളിറക്കി അവിടേക്ക് വരുന്നത് 9.300 മീറ്റർ ആണ്. അതായത് 9 കിലോമീറ്റർ 300 മീറ്റർ ആണ് വരുന്നത്. ശരിക്കും ഏതാണ്ട് ഒരു 205 രൂപ അതൊക്കെയാണ് വരിക. പക്ഷെ നമ്മൾ അതൊക്കെ ഒരു 200 രൂപയ്ക്ക് മേടിക്കാറുള്ളൂ. അതിനിപ്പോ ഒരു 210 ആണെങ്കിലും ചിലപ്പോ അത് 200 മേടിക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ടല്ലോ, കാരണം ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാല്, നമ്മള് ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ ഒരു 135 വരികയാണെങ്കിൽ നമ്മള് ചിലപ്പോ 130 140 വാങ്ങുന്നുണ്ടാവാം. ചിലപ്പോ 138 വരുമ്പോഴൊക്കെ നമ്മൾ റൗണ്ട് ആക്കിയിട്ട് 40 റൗണ്ട് ഫിഗർ ആക്കി പിടിക്കും. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെ താഴത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് പല സാഹചര്യങ്ങളിലും. അപ്പൊ അങ്ങനത്തെ കണക്കുണ്ട്, ഇങ്ങനത്തെ കണക്കുണ്ട്. പക്ഷെ ഇത് കിട്ടുന്നത് പല പല ആളുകൾക്കായിരിക്കും എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഒരു ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ചന്ദ്രേട്ടനുണ്ട്. സമയം 6 മണി. നേരത്തെ 200 ട്രിപ്പ് കഴിഞ്ഞ് ചായയും കുടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇപ്പോഴാണ് ട്രിപ്പ് കിട്ടിയത്, ലോക്കൽ കിട്ടിയത്. എന്റെ നാട്ടിലേക്ക് തന്നെ ആയിരുന്നു 30 രൂപയുടെ ട്രിപ്പ്. ഞാനൊരു ലോക്കൽ കഴിഞ്ഞ് വരികയാണേ. അപ്പൊ ബ്ലോക്ക് എത്രത്തോളം ഉണ്ട് നോക്കട്ടെ. ബ്ലോക്ക് തന്നെ ആണെങ്കിൽ ഞാൻ ഇവിടെ തിരിക്കും, വീട്ടിലേക്ക് പോകും. എനിക്ക് വീഡിയോ എഡിറ്റിങ് പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് നേരത്തെ തുടങ്ങാം. അതിന് നേരത്തെ കിടന്നുറങ്ങാലോ. നേരത്തെ ഞാൻ പോകുമ്പോൾ ഇവിടെ വരെ ബ്ലോക്കാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 200 മീറ്ററോളം നമ്മുടെ സ്റ്റാൻഡിലേക്ക് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓടാൻ വേണ്ടി കഴിയണ്ടേ. ഒന്നൂടി പോയി നോക്കാം നമുക്ക്. എന്തായാലും വണ്ടികൾ മൂവ് ആവുന്നുണ്ട്. അടുത്തേലോക്കാം, ഒരു ട്രിപ്പ് കൂടി കിട്ടിയിട്ട് നോക്കാം. എന്നിട്ട് ഇങ്ങനെ തന്നെയാണെങ്കിൽ പോകാൻ മതി. തിരക്കൊക്കെ നല്ല രീതിയിൽ ഒഴിഞ്ഞു. അവസാന ട്രിപ്പാണ്. അവിടെ നമ്മളെ ടീം വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് തിരിച്ചു നോക്കാം. അവസാന ട്രിപ്പ് അതും നാട്ടിലേക്കായിരുന്നു. എന്നാ പിന്നെ ഇനിയിപ്പോ പോയിട്ട് വരണ്ടല്ലോ, ഇവിടെ തന്നെ നമ്മൾ സൈഡാക്കാം. പോകുന്ന വഴിയില്ലേ നമ്മളുടെ ഗഫറാക്കാന്റെ പീടിയുണ്ട്. ഗഫറാക്കാന്റെ പീടിയെന്ന് ഒരു 1 കിലോ നേന്ത്രപ്പഴം വാങ്ങിക്കാം, രാവിലെ പിഴുങ്ങാൻ വേണ്ടിയിട്ട്. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആര്യമോൾക്കുള്ള മിഠായി നമുക്ക് നേരത്തെ കിട്ടിയത് കൊണ്ട് അത് ഞാൻ അവൾക്ക് അപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കൊടുത്താലേ അവള് രാത്രി മിഠായി ചോദിക്കും. അതുകൊണ്ട് രാത്രി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹലോ, അതെ, ഒരു മാമ വന്നതാട്ടോ. മാമ ആൻറ്റി സമയം 7 മണിക്ക് 5 മിനിറ്റ്. അപ്പോൾ പഴം മാത്രമല്ല പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തതിൻ്റെ പരിപാടി ലാപ്ടോപ്പ് അത് അലമാരയുടെ മുകളിൽ കിടക്കുന്നു. അവനെ എടുക്കുക, എഡിറ്റിംഗ് തുടങ്ങുക. എന്നിട്ട് എഡിറ്റിങ്ങിന് റെൻഡർ ചെയ്തിട്ട് ഞാൻ നേരെ കുളിക്കും. കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും. രാവിലെ എണീക്കുന്നു, നമ്മൾ അടുത്ത വീഡിയോ നോക്കുന്നു. അപ്പോൾ ഇതാണ് മേരെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അച്ചായന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ അന്ന് നോർത്ത് ഈസ്റ്റ് യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഫിലിം മോറയിലാണ് ഡൽഹിയിൽ നോർത്ത് ഈസ്റ്റ് യാത്രയിലായിരുന്നു ഞാൻ. ആ യാത്ര സ്പോൺസർ ചെയ്തതും എൻ്റെ അച്ചായനായിരുന്നു. അതുപോലെ തന്നെ ആ യാത്രയിൽ
ഞാൻ ഏതാണ്ട് ഒഡീഷയിലെത്തുമ്പോഴാണ് എനിക്ക് സ്റ്റോറേജിൻ്റെ വിഷയം വരുന്നത്. അപ്പോൾ ആ ഒരു വിഷയം വന്നപ്പോൾ അച്ചായൻ അന്ന് എന്നോട് പറഞ്ഞു, നിനക്ക് എന്താണ് വേണ്ടത്, സ്റ്റോറേജ് നിനക്ക് വീഡിയോ എടുത്ത് വെക്കാൻ വേണ്ടി പറ്റണം, അത് നിനക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ അന്ന് മൊബൈലിൽ തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്, മൊബൈൽ വേണോ അതോ ലാപ്ടോപ്പ് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം മൊബൈൽ പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ മൊബൈൽ തൽക്കാലം അത് അഡ്ജസ്റ്റ് ചെയ്തോളാം, ഈ ഫോൺ തന്നെ അറിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം, എനിക്ക് ലാപ്ടോപ്പ് ആക്കിയാൽ എഡിറ്റിംഗ് പരിപാടിയൊക്കെ അയക്ക് മാറ്റാലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ലാപ്ടോപ്പ് എനിക്ക് കിട്ടുന്നത്. നമ്മളന്ന് ഗുവാഹട്ടിയിലേക്കായിരുന്നു ഇത് കൊറിയറായിട്ട് വന്നിരുന്നത്. നമ്മൾ മേഘാലയയിൽ ദൗക്കിയിലായിരുന്നു നമ്മൾ ആ ഒരു ടൈമിലുണ്ടായിരുന്നത്. അവിടെ ആൻ്റണി ചായൻ്റെ അടുത്ത് നമ്മളവിടെ ഗസ്റ്റായിട്ട് നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. ഗുവാഹട്ടിയിൽ വന്നിട്ടാണ് അത് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഏതായാലും അച്ചായൻ തന്നിട്ടുള്ളതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ എനിക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ ഏത് നിമിഷം ഓണാക്കുമ്പോഴും അദ്ദേഹത്തിന് എനിക്ക് ഓർമ്മ വരും. അദ്ദേഹമായിട്ട് നിന്ന് വലിയൊരു കോൺടാക്റ്റ് ഇല്ല എന്നെങ്കിലും ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ യാത്രയിലേക്ക് അദ്ദേഹം എനിക്ക് വിളിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ടൊക്കെ എനിക്ക് അറിയിച്ചതാണ്. പക്ഷേ എങ്കിൽ ഫുൾ ടൈം അദ്ദേഹം ഇപ്പം ബിസിയാണ് കുറച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ പ്രസൻസ് എനിക്ക് ഇല്ല. ഫുൾ പ്രസൻസ് എനിക്ക് അദ്ദേഹത്തിൻ്റെ കിട്ടുന്നത് ഞാൻ യാത്രയിൽ അയക്കുന്ന നേരത്താണ്. മോട്ടിവേഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 680 രൂപയ്ക്കാണ്. 650 രൂപയ്ക്ക് നമ്മളൊന്ന് ഓടി കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ആര് വിളിച്ചാണ്ട് പോലെ പുൽക്കൂടൊക്കെ കാണിച്ചു തരികയാണ്. ഇവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിരിക്കണേ, ചെറിയൊരു സെറ്റപ്പൊക്കെയാണ്. പിന്നെ അതിനകത്ത് ആളുകളൊക്കെ ഉണ്ട് കണ്ടാ, അതൊക്കെ ഒക്കെ വാങ്ങും തന്നെ. പിന്നെ ലൈറ്റുകളൊക്കെ ഉണ്ട്, പില്ലർമലൊക്കെ ഒരു സ്റ്റാറും ഉണ്ട് മിന്നി കത്തുന്നത്, കൊള്ളാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയല്ലേ? കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്, ഇപ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. എന്നാൽ പിന്നെ ഓക്കെ, ബായ്. അംഗനവാടിക്ക് തന്നെ കൊണ്ടുപോകല് ബലി. എന്നായിക്കോട്ടെ, ബായ് ബായ്.